നമസ്കാരം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. വളരെ കഷ്ടപ്പെട്ട് ഏകദേശം 16 വർഷത്തോളം പൃഥ്വിരാജ് ആ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ശരീരത്തിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരുപാട് സമയം ശരീരം വെയിറ്റ് കുറക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് ആടുജീവിതം. എല്ലാവർക്കും അറിയാം, ആടുജീവിതം എന്ന് പറയുന്നത് നജീബ് എന്ന ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതമാണ്. അതായത് പുള്ളിക്കാരൻ ഗൾഫ് രാജ്യത്ത് എത്തിപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായ അനുഭവങ്ങളാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആടുജീവിതം എന്ന് പറയുന്ന ഒരു നോവൽ ഉണ്ടായിരുന്നു. ആ നോവൽ പ്രസിദ്ധീകരിച്ചത് ബെന്യാമിൻ ആയിരുന്നു. ബെന്യാമിൻ ഗൾഫ് രാജ്യത്ത് എത്തിയപ്പോൾ കണ്ടതും കേട്ടതുമായ കഥ ഒരു നോവലിന്റെ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ആടുജീവിതം എന്ന് പറയുന്ന നോവൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ബെന്യാമിൻ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങിയത്, അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ആടുജീവിതം എന്ന് പറയുന്ന ഈ നോവൽ വലിയൊരു പുസ്തകമാണ്. നമുക്ക് ഒറ്റ ഇരിപ്പിലൊന്നും അത് വായിച്ചു തീർക്കാനാവില്ല. പക്ഷേ ഈ സിനിമ കാണുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഈ കഥ എന്നുള്ളത് എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാവും. അപ്പോൾ ഈ പുസ്തകം വായിക്കാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ കഥ എന്താണെന്ന് അറിയാവുന്നവർക്ക് വേണ്ടി ചുരുങ്ങിയ രൂപത്തിൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഞാൻ ഈ കഥ ഒന്ന് നിങ്ങൾക്ക് വിവരിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതായത് 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒറ്റപ്പെട്ട മരുഭൂമിയിൽ അനുഭവിച്ച ദുരന്തങ്ങളാണ് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ പോകുന്നത്. അത് പൃഥ്വിരാജ് വളരെ ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം അത്രയ്ക്കുണ്ട് പൃഥ്വിരാജിന്റെ ആ ഒരു കോൺഫിഡൻസ്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും നമുക്കത് മനസ്സിലാകാൻ സാധിക്കുന്നുമുണ്ട്. എന്തായാലും ഈ ഒരു കഥ എന്ന് പറയുന്നത്, ഈ 30 വയസ്സുള്ള ഈ ഒരു നജീബ് എന്ന ചെറുപ്പക്കാരൻ ഒരുപാട് കടബാധ്യതകളൊക്കെ ഉള്ള ഒരു പയ്യനായിരുന്നു. ആ പുള്ളിക്കാരന് ഒരു ഭാര്യയുണ്ട്. ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നു. ആ സമയത്താണ് പുള്ളിക്കാരൻ ഈ കടബാധ്യതകളൊക്കെ കാരണം എങ്ങനെയെങ്കിലും ഗൾഫ് രാജ്യത്ത് എത്തിപ്പെടണം, ഈ കടങ്ങളൊക്കെ വീട്ടണം, നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടെ ഗൾഫ് രാജ്യത്തേക്ക് ഒരു വിസ സംഘടിപ്പിക്കുന്നത്. ആ വിസ സംഘടിപ്പിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ഒരു 5 സെന്റ് സ്ഥലം വിൽക്കുകയുണ്ടായി. അങ്ങനെയാണ് ആ പൈസ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ആദ്യം ബോംബെയിലെത്തി. ബോംബെയിൽ നിന്നായിരുന്നു ഗൾഫിലേക്ക് പോയിരുന്നത്. അങ്ങനെ ഗൾഫിലെത്തിയപ്പോൾ അവിടെ ഒരു അറബി വന്നു. ആ നജീബിനെ കൂട്ടിക്കൊണ്ടുപോയി. നജീബിന് കാര്യമൊന്നും പിടികിട്ടിയില്ല, ഭാഷ അറിയില്ല, എന്താണെന്ന് ഒരു പിടി കിട്ടുന്നില്ല. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ജോലി എന്ന് പറഞ്ഞായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോയത്. പക്ഷെ അവിടെ അറബി വന്നു, പാസ്പോർട്ട് വാങ്ങിച്ചു, നേരെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോവാണ്. ഒരുപാട് ദൂരം ഇങ്ങനെ യാത്ര ചെയ്തു. ചുറ്റും മരുഭൂമിയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല, രാത്രിയാണ്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. മനസ്സിൽ ഒരുപാട് പേടിയോട് കൂടിയായിരുന്നു നജീബ് ആ വണ്ടിയിൽ ഇരുന്നത്. അങ്ങനെ നജീബ് ഒരു സ്ഥലത്തെത്തി. അത് വിചിത്രമായ ഒരു മരുഭൂമിയായിരുന്നു. അവിടെ കുറെ ആടുകളും ഒട്ടകങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇതാണ്, ഇവിടെയാണ് ജോലി എന്ന്. നജീബ് അപ്പൊ തന്നെ മനസ്സിലായി, ഞാൻ പെട്ടു, ഇനി എന്റെ ജീവിതം ഇവിടെയാണ് എന്ന് വളരെ സങ്കടത്തോടെ മനസ്സിലാക്കി. അങ്ങനെ ഓരോ ദിവസവും, അതായത് ഈ ആടിനെ മേയ്ക്കണം, ആടിനെ പാല് കറക്കണം, ഈ പ്രസവിച്ചു കഴിഞ്ഞാൽ ആടിനെ കുഞ്ഞുങ്ങളെ പരിപാലിക്കണം, അങ്ങനെ ഓരോരോ ജോലികൾ ഈ അറബി കൊടുക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നജീബിന്റെ കൂടെ അവിടെ വേറെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരനെ കണ്ടാൽ തന്നെ ഒരു ഭീകര രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം പുള്ളിക്കാരന് കുളിക്കാനോ വേണ്ടത്ര ഭക്ഷണമോ ഒന്നും കിട്ടാത്തത് കൊണ്ട് ആ ഒരു രൂപത്തിലായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയായിരുന്നു ഈ ആടിനെയും ഒട്ടകത്തെയും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കൂടെയുള്ള ആ പുള്ളിക്കാരനെ കാണാനില്ല. പുള്ളിക്കാരൻ എവിടെയോ ഓടി രക്ഷപ്പെട്ടതാണ്. കാരണം ഈ അറബിയുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ പുള്ളിക്കാരൻ രക്ഷപ്പെട്ടതാണെന്ന് ഈ നജീബ് വിചാരിച്ചു. അങ്ങനെ ദിവസങ്ങളോളം കടന്നുപോയി. വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, കത്തെഴുതാൻ പറ്റുന്നില്ല, ഒന്നിനും ഈ അറബി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അറബി ആദ്യമായി ആവശ്യപ്പെട്ടത് ആടിന്റെ പാല് കറക്കാനായിരുന്നു. പക്ഷേ നജീബിന് പാല് കറക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അതെങ്ങനെയാണെന്ന് അറിയില്ല. പാല് വരാതിരിക്കുമ്പോൾ അറബി ദേഷ്യപ്പെടും, തല്ലും. അങ്ങനെ ഒരുപാട് ക്രൂരതകൾ ഈ അറബി നജീബിനോട് കാണിച്ചിട്ടുണ്ട്. വെള്ളം കൊടുക്കുമെങ്കിലും ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം മരുഭൂമിയാണ്, നല്ല ചൂടുണ്ടാവും. ഈ വെള്ളം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നജീബിന് തൊണ്ട നനയ്ക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആ വെള്ളം കിട്ടിയിരുന്നത്. മാത്രമല്ല, അവിടെ ഈ പ്രാഥമിക കൃത്യങ്ങൾ പോലും കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിക്കാൻ അറബി സമ്മതിക്കുമായിരുന്നില്ല. അതിന് കുടിക്കാൻ വേണ്ടി കൊണ്ടുവച്ച വെള്ളം അറബി കാണാതെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നജീബ് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് മരുഭൂമിയിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചാണ് നജീബ് അവിടെ ദിവസങ്ങൾ കടന്നുപോയത്. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ മരുഭൂമിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇഴജന്തുക്കൾ ഉണ്ടാവും. അതായത് ഉദാഹരണത്തിന് പാമ്പുകൾ, അതേപോലുള്ള പല ജന്തുക്കൾ ഉണ്ടാവും. ഇത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ്. ഈ ആടിനൊക്കെ ഈ വന്ന് കൊത്താറുണ്ട്. അങ്ങനെ ആടൊക്കെ ചത്തുപോകാറുണ്ട്, ഒരുപാട് ആടുകൾ. അങ്ങനെ ജീവിതം ഒരു പ്രതീക്ഷയും ഇല്ലാതെ മുന്നോട്ട് പോയപ്പോൾ നജീബ് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് കരുതി ഈ നിലത്ത് മരുഭൂമിയിൽ തറയിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഇഴജന്തുക്കൾ കൊത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമല്ലോ എന്നൊക്കെ കരുതി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അപ്പോൾ വീട്ടിലേക്ക് ഒരു കത്തയക്കാൻ പോലും ഈ അറബി സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെ അവിടെ ഏതോ ഒരു പാകിസ്ഥാനി അവിടെ എന്തോ ഒരു സന്ദർശനത്തിന് വന്നപ്പോൾ പുള്ളിക്കാരൻ ഒരു കൈകൊണ്ട് ഒരു ആംഗ്യം കാണിച്ചു. പുള്ളിക്കാരൻ മുമ്പേ എഴുതി വെച്ച ഒരു കത്തുണ്ടായിരുന്നു. ആദ്യം ഒരു കത്ത് എഴുതി വെച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അറബി അത് പാടെ കീറിക്കളിയാണ് ചെയ്തത്.
അങ്ങനെ ഈ അറബി കാണാതെ ഈ മുമ്പ് എപ്പോഴും എഴുതി വെച്ച ഈ ഒരു കത്ത് പാകിസ്ഥാനിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആ പാകിസ്ഥാനി നല്ലൊരു മനുഷ്യനായിരുന്നു. ആ ഒരു പുള്ളിക്കാരൻ ആ കത്ത് പോസ്റ്റ് ചെയ്യുന്നു. അതങ്ങനെ വീട്ടിലെത്തുന്നു. ആ ഒറ്റ ഒരു കത്ത് മാത്രമാണ് നജീബിന് ആകെ ഉണ്ടായിരുന്ന ഒരു കോണ്ടാക്ട്, വീട്ടുകാരുമായിട്ടുള്ള ഒരു കോണ്ടാക്ട്. കാരണം ഭാര്യ 8 മാസം ഗർഭിണിയാണ്, പ്രസവിച്ചോ, എന്താണ് അവസ്ഥ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ആ കത്ത് വീട്ടിൽ കിട്ടിയപ്പോൾ വീട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമായി. നജീബ് ജീവനോടെ ഉണ്ട്. മാത്രമല്ല ആ കത്തിൽ വളരെ കൃത്യമായിട്ട് നജീബ് അവിടെ അനുഭവിക്കുന്ന കഷ്ടതകളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വീട്ടുകാർക്ക് മനസ്സിലാക്കാനും സാധിച്ചു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നജീബിന് പെട്ടെന്ന് ഒരു തോന്നലുണ്ടാവുകയാണ്, എവിടുന്നെങ്കിലും രക്ഷപ്പെടണം, ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് കരുതി ആ ഒരു വിജനമായ മരുഭൂമിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ആ ഓടി രക്ഷപ്പെടുന്നത് പറഞ്ഞാൽ 1.5 ദിവസമാണ് ആ മരുഭൂമിയിൽ കൂടി ഓടുന്നത്. അതായത് ശരിയായ പാതയിൽ കൂടെ അല്ല ഓടിയത്. കാരണം ആ പാതയിൽ കൂടി ഓടിയാൽ അറബി വന്ന് പിടിച്ചു കൊണ്ടുപോകുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. ആ ഒരു മരുഭൂമിയിൽ വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതെ 1.5 ദിവസമാണ് നജീബ് ഓടിയത്. അങ്ങനെ ഒരു കണക്കിന് എങ്ങനെയോ ഒരു മെയിൻ റോഡിലേക്ക് എത്തുന്നു. ആ വഴി പല വണ്ടികളും കടന്നു പോകുന്നുണ്ടെങ്കിൽ നജീബ് എല്ലാ വണ്ടിക്കും കൈകാട്ടുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ഈ ഒരു രൂപം കണ്ടിട്ട് നിർത്തുന്നില്ല. കാരണം ഒരുപാട് നാളായി കുളിച്ചിട്ട് താടിയുണ്ട്, ഒരു വൃത്തിയില്ലായ്മ എല്ലാവർക്കും തോന്നി. അങ്ങനെ ആരും തന്നെ നിർത്തിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വഴി വന്ന ഒരു വണ്ടി അവിടെ നിർത്തി നജീബിന് വെള്ളം കൊടുത്തു. അങ്ങനെ വണ്ടിയിൽ കയറ്റി ഒരു സ്ഥലത്ത്, ഒരു കുറച്ച് വലിയ ആൾക്കൂട്ടമുള്ള ഒരു സ്ഥലത്തേക്ക് ഇറക്കി വിടുന്നു. ആ ഒരു സ്ഥലത്ത് വെച്ച് വേറൊരു ആളെ പരിചയപ്പെടുന്നു. അങ്ങനെ ആ പുള്ളിക്കാരനോട്, അതൊരു മലയാളിയായിരുന്നു, ആ പുള്ളിക്കാരനോട് നജീബ് അനുഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. ആ പരിചയപ്പെട്ട ആൾ പുള്ളിക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നജീബിന് തോന്നി, ഇനി എന്തായാലും നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകണം. അതിനെന്താണ് വഴി? അതിനൊരു വഴിയുള്ളൂ, പാസ്പോർട്ട് ഇല്ല, എങ്ങനെയും നാട്ടിൽ തിരിച്ചെത്തണം. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, പോലീസിൽ സറണ്ടർ ആവുക. അങ്ങനെ നേരിട്ട് പോയി പോലീസിൽ സറണ്ടർ ചെയ്തു. അങ്ങനെ പോലീസിൽ സറണ്ടർ ചെയ്തപ്പോൾ പുള്ളിക്കാരൻ ഇതുവരെ കഴിക്കാത്ത വയറ് നിറച്ച് ആഹാരവും ഭക്ഷണവും എല്ലാം കഴിച്ചു. അങ്ങനെ 7 ദിവസത്തോളം നജീബ് ഗൾഫ് രാജ്യത്തെ ജയിലിലായിരുന്നു. അങ്ങനെ ഈ ജയിൽവാസത്തിനിടയിൽ, അതായത് ആഴ്ചയിൽ ഒരിക്കൽ ഈ അറബികൾ ഇവിടെ ഒരു വിസിറ്റ് നടത്തും. അതായത് ഇവിടെ ഏതെങ്കിലും അറബിയുടെ അടുത്ത് നിന്ന് ചാടിപ്പോയ വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് അറിയാൻ. അങ്ങനെ പല അറബികളും അവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ നജീബിന് ഒരു പേടിയുണ്ടായിരുന്നു, ഇനി എന്നെയും ഇവർ തിരിച്ച് ആ മരുഭൂമിയിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്ന്. പക്ഷേ ആ സമയത്തേക്കും നജീബിന്റെ ബന്ധുക്കൾ ഗൾഫ് രാജ്യത്തെത്തി തിരിച്ചു പോകാനുള്ള പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കി. അങ്ങനെ നജീബ് ബന്ധുക്കളോടൊപ്പം മുംബൈയിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇതാണ് ആടുജീവിതം എന്ന് പറയുന്ന ഒരു കഥയുടെ ഉള്ളടക്കം. പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത് എന്നാണ് നമുക്ക് കൗതുകത്തോടെ കാണേണ്ടത്. പൃഥ്വിരാജ് എന്ന നടൻ എങ്ങനെ ഇത് അഭിനയിച്ചു, സ്ക്രീനിലേക്ക് എത്തിച്ചു എന്ന് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പൃഥ്വിരാജ് ഈ ഒരു സിനിമയിലേക്ക് വന്നത്. ഈ സിനിമ എന്തായാലും ഒരു മാസ് എന്റർടൈനർ എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനാവില്ല. പക്ഷെ ഇതൊരു ക്ലാസ് സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഇതിന്റെ ടെക്നിക്കൽ സൈഡിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ തന്നെയാണ്. അത് എക്സ്പെഷ്യലി പറയുവാണെങ്കിൽ മ്യൂസിക്, AR റഹ്മാൻ, അങ്ങനെ പലരും, അതായത് ബ്ലെസ്ലി ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് ഒരു മലയാള സിനിമ ഡയറക്ട് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു കഥയുടെ ചെറിയൊരു ഉള്ളടക്കം കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഈ ആടുജീവിതം എന്ന നോവൽ വായിക്കാത്തവർക്ക് എന്തായാലും നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യാം.